നമസ്കാരം. ബെലീസ പ്രൈം ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും ഷോർട്ട് ടൈമിൽ ഇത്രയും ഇമ്പാക്റ്റ് ആക്കിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ചെറിയൊരു കാലയളവിൽ നമ്മുടെ മലയാളികളുടെ ആ ഒരു ഹൃദയം കീഴടക്കിയ രതീഷ് കുമാർ ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ഞാൻ മാത്രമാണ് ഈ കാവേരിത്തുമ്പിൽ ഉണ്ടാവും. ജിൻഡപ്പെന്നുള്ള പേര് മല്ലയ്യ എന്നുള്ള പേര് ഞാൻ മല്ലയ്യ. ഞാൻ 6ാം തമ്പുരാൻ ആവാൻ പോയ ആളാണ്. ബോസ് ശരിക്കും പറഞ്ഞ ഒരു ലൈവ് ഷോ ആണെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ എഡിറ്റഡ് വേർഷൻ ആണല്ലോ നമ്മൾ കാണുന്നത്. അതെ, അങ്ങനെയാണ് ഞാൻ ബിഗ് ബോസ് എത്തിയത്. അങ്ങോട്ട് ട്രൈ ചെയ്തിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതല്ല. രതീഷ് ഏട്ടാ, വെൽക്കം ടു ബെലീസ പ്രൈം ടോക്ക്. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? വിശേഷം സുഖമായിട്ടിരിക്കുന്നു. അക്ഷര എന്നല്ലേ പേര്? അതെ അതെ അതെ. എന്റെ മൂത്ത മോള് പേര് അക്ഷര എന്നാണ്. ആണോ? അടിപൊളി. പൊക്കി പറയാനാണ്. ഓക്കെ, പിന്നെ ബിഗ് ബോസിലേക്ക് എങ്ങനെയാ രതീഷ് ഏട്ടാ എത്തിയത്? ബിഗ് ബോസിലേക്ക് ഓഡീഷൻ വഴിയാണ് ഞാൻ എത്തിയത് ബിഗ് ബോസിലേക്ക്. എങ്ങനെയായിരുന്നു ഓഡീഷന്റെ പ്രോസസ് ഒക്കെ? ഓഡീഷൻ ഞാൻ അങ്ങോട്ട് ട്രൈ ചെയ്തതാണ്. ബിഗ് ബോസ് എനിക്ക് ഭയങ്കര, ഞാൻ 5 സീസണും ഞാൻ കണ്ട ഒരാളാണ്. അപ്പോൾ ഞാൻ വലിയ ബിഗ് ബോസ് പ്രേമിയാണ്. അപ്പോൾ 6ാമത്തെ സീസണിൽ എനിക്ക് പങ്കെടുക്കുന്ന അതിയായ ആഗ്രഹം വന്നു. അപ്പോൾ ഞാൻ മുമ്പ് ഏഷ്യാനെറ്റിൽ വാൽക്കണ്ണാടി, പിന്നെ കോമഡി കസിൻസ് ഒരു എപ്പിസോഡാണ് ചെയ്തിട്ടുള്ളൂ. ഞാൻ വാൽക്കണ്ണാടി ഞാൻ ത്രൂ ഔട്ട് ഞാൻ 2ാമത്തെ വാൽക്കണ്ണാടി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആങ്കറായിരുന്നു. അപ്പോൾ ആ വാൽക്കണ്ണാടിയിൽ നിന്ന് 2 പേര് ഇതിൽ വന്നിട്ടുണ്ട്. അതായത് കിടിലം ഫിറോസ്. കിടിലം ഫിറോസ് വാൽക്കണ്ണാടിയിലെ എൻ്റെ കൂടെ ഉള്ളൊരു ആങ്കറായിരുന്നു. പിന്നെ സൂര്യകിരൺ, ഞങ്ങളൊക്കെ ഒരുമിച്ച് ആങ്കർ ചെയ്യുന്ന ആ വാൽക്കണ്ണാടി സെക്ഷൻ, വാൽക്കണ്ണാടി 2 ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 പേരും എന്തായാലും കയറിയതല്ലേ, അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏഷ്യാനെറ്റിൽ ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ആങ്കറായിട്ട് ഞാൻ ഏഷ്യാനെറ്റാണ് എനിക്കൊരു വാതിൽ തുറന്നു തന്നത്. അതേപോലെ ഞാൻ അങ്ങോട്ട് ട്രൈ ചെയ്തപ്പോൾ ഓഡീഷൻസ് ഒക്കെ എനിക്ക് അനുകൂലമായിട്ട് വന്നു. ഞാൻ പാസ്സായി, എല്ലാ ഓഡീഷനിലും ഞാൻ പാസ്സായി ഇങ്ങനെ വന്ന് എനിക്ക് വലിയൊരു വാതിൽ ഏഷ്യാനെറ്റ് തുറന്നു തന്നു. അതെ, അങ്ങനെയാണ് ഞാൻ ബിഗ് ബോസിൽ എത്തിയത്. അങ്ങോട്ട് ട്രൈ ചെയ്തിട്ടാണ്, എന്നെ അങ്ങോട്ട് വിളിച്ചതല്ല. ഓക്കെ, എങ്ങനെയാണ് ശരിക്കും ഇതിന്റെ ഒരു പ്രോസസ്സ്? എല്ലാവരും ഓഡീഷൻ ത്രൂ ആണോ കയറുന്നതിലേക്ക്? അങ്ങോട്ട് പോകാനുള്ള ഉദ്ദേശം ഉണ്ടല്ലേ? നല്ലതാ, പോണോട്ടോ. എന്നിട്ട് നേരെ തിരിച്ച് അടുത്ത വർഷം ഞാൻ അങ്ങോട്ട് ഇരിക്കാം. നമുക്ക് ബെലീസ പ്രൈം ടോക്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറാം. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ശരിക്കും എല്ലാവരും ഓഡീഷൻ ത്രൂ തന്നെയാണോ? എല്ലാവരും ഓഡീഷൻ ത്രൂ കയറുന്നത്, അല്ലാതെ കയറിയിട്ട് എനിക്കറിയില്ല. ഞാനൊക്കെ ഓഡീഷൻ ത്രൂ ആണ് കയറിയത്. എല്ലാവരും എൻ്റെ അറിവിൽ ഓഡീഷൻസ് ത്രൂ ആണ് കയറാൻ പറ്റുള്ളൂ, അങ്ങനെയാണ്. പിന്നെ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർക്കൊന്നും ഓഡിഷൻസ് ഉണ്ടാവില്ല, എനിക്കറിയില്ല. ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം അവർ വലിയ സെലിബ്രിറ്റികളല്ലേ. അവർക്ക് ഓഡിഷൻസ് ചിലപ്പോൾ സ്കിപ്പ് ആവായിരിക്കാം. നമ്മളൊന്നും ആരും അറിയാത്ത ആൾക്കാരല്ലേ, അപ്പോൾ നമുക്ക് ഓഡീഷൻസ് ഒക്കെ വേണം. ഓഡീഷൻസ് ശരിക്കും പറഞ്ഞാൽ ഓഡീഷൻ നല്ലൊരു തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ BB മെറ്റീരിയൽ ആണോ എന്നൊക്കെ അവർ ജഡ്ജ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. ബിഗ് ബോസിൽ സീസൺ 6 ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത്. കുറേ പേര് 5-6 വർഷം ട്രൈ ചെയ്ത ആൾക്കാരുണ്ട്. ഇതിൽ തന്നെ 6 വർഷമൊക്കെ ട്രൈ ചെയ്ത ആൾക്കാരുണ്ട്. അതെ. അപ്പം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തു. എനിക്ക് അങ്ങനെ ഒരു വലിയൊരു വാതിൽ ഏഷ്യാനെറ്റ് തുറന്നു തന്നു. ഒരാഴ്ച കൊണ്ട് പോയി. പക്ഷേ ഈ പല സന്ദർഭങ്ങളിലേ ചേട്ടൻ 6ാം തമ്പുരാനായിട്ട് ഇറങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? 6ാം തമ്പുരാനായിട്ട് ഇറങ്ങിയെന്നോ? ഞാൻ 1ാം തമ്പുരാനായിട്ട് ഇറങ്ങി വന്നു. 1ാം തമ്പുരാൻ, ഞാൻ 6ാം തമ്പുരാൻ ആവാൻ പോയ ആളാണ്. ഞാൻ 1ാം തമ്പുരാനായിട്ട് ആദ്യം ഞാൻ എവിക്റ്റ് ആയി പോയില്ലേ. അപ്പോ ഞാന് മറ്റേ ഏഷ്യാനെറ്റ് മറ്റേ AVയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴേ ഞാൻ 6ാം തമ്പുരാൻ ആവാൻ വേണ്ടിട്ട് വരികയാണ്. ഞാൻ ഈ സീസണിൽ 6ാം തമ്പുരാൻ ആവുന്നൊക്കെ ഞാൻ വലിയ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിരീടം വെച്ച് ഇറങ്ങണം എന്നുള്ള ബിഗ് ബോസ് 6 അല്ലേ? 6 എന്ന് പറഞ്ഞാൽ എന്താ? 6 കിങ് ആവുമ്പോ തമ്പുരാൻ. അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അത് 6ാം തമ്പുരാൻ ബിഗ് ബോസ് സീസൺ 6 6ാം തമ്പുരാൻ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണേന്നൊക്കെ പറഞ്ഞ് അവസാനം 1ാം തമ്പുരാൻ എടുത്തത് അക്ഷരയുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു അവസ്ഥയായിരുന്നു മാത്രം. ലൈഫ് ഇപ്പൊ എങ്ങനെയാണ്? എത്ര ചേഞ്ച് ആണ് വന്നത് ബിഗ് ബോസിന് ശേഷം? ബിഗ് ബോസിന് ശേഷവും ബിഗ് ബോസിന് മുമ്പൊക്കെ ലൈഫ് ഇതേപോലെ ഇങ്ങനെ കുറെ ഇന്റർവ്യൂസ് വരുന്നുണ്ട്. ആൾക്കാർ കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിൽ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ബിഗ് ബോസിൽ പോയി പോസിറ്റീവായിട്ട് വരിക എന്ന് പറഞ്ഞത് ഒരു ഭാഗ്യമാണെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗവും പേർക്കും നെഗറ്റീവ്സ് ആണ് കൂടുതൽ വരാറ്. അപ്പൊ ഞാൻ ഒരാഴ്ച നിന്ന് എന്നെ കൊണ്ട് ആവുന്ന വിധം ഞാൻ ഗെയിംസ് കളിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഞാൻ നെഗറ്റീവ് ഗെയിംസ് ഒരുപാട് കളിച്ചിട്ടുണ്ട്. ആ നെഗറ്റീവ് ഗെയിംസ് ഞാൻ കളിക്കുമ്പോൾ
ഞാൻ പ്രേക്ഷകനായിട്ട് 5 സീസൺ വരെ ഇരുന്ന ഒരാളാണ്. അപ്പം എനിക്കറിയാം അത് നെഗറ്റീവ് ഗെയിമാണ് ഞാൻ കളിക്കുന്നത് എനിക്കറിയാം. പക്ഷെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവിടെയുള്ള ആൾക്കാർ എല്ലാവരും ഇപ്പോൾ 19 പേരാണ്, ഞാനടക്കം 19 പേരാണ് ബിഗ് ബോസ് സീസൺ 6 എൻറ്റേഡ് ആയത്, എൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പക്ഷേ ഈ 18 പേരും അവരവരുടേതായിട്ടൊരു രീതിയിൽ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലർ യൂട്യൂബേഴ്സ് ഉണ്ട്, ചിലർ സീരിയൽ, പിന്നെ സിനിമ ആർട്ടിസ്റ്റ്, അങ്ങനെ കുറേ പേര്. അപ്പം ഞാൻ മാത്രമാണ് ഈ കാവേരിത്തുമ്പിൽ ഉണ്ടാകൊണ്ട് വന്ന ആള്. അപ്പോൾ എനിക്ക് പ്രേക്ഷകരുടെ ഇടയിലേക്ക് കയറേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. അപ്പം ഞാനത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ തുടക്കത്തിൽ ഒരു നെഗറ്റീവ് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോസിറ്റീവിലേക്ക് അത് മാറി. അവസാനത്തെ 2 ദിവസം ഞാൻ പോസിറ്റീവ് ഗെയിംസ് കളിച്ചു. അപ്പോൾ ജനങ്ങൾ മുഴുവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം. എവിക്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചല്ല, പെട്ടെന്ന് എവിക്റ്റ് ആയിപ്പോയി. ഇപ്പൊ 7ാം ദിവസം ആണല്ലോ ചേട്ടൻ, ഫസ്റ്റ് വീക്കിൽ തന്നെ എവിക്റ്റ് ആവേണ്ടി വന്നു. അപ്പോൾ ഒരു 70 ദിവസത്തെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോ അതൊരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു. അതായത് ആ നോമിനേഷനിൽ വന്ന സമയത്ത് ഞാൻ എവിക്റ്റ് ആവുന്ന ഞാൻ എവിക്റ്റ് ആവുമെന്ന് വിചാരിച്ച ആളെ അല്ല. ഞാൻ ഗംഭീരമായിട്ട് പണിയെടുക്കുന്ന ആളല്ലേ. പണിയെടുക്കുന്ന ആൾക്കാർ ആരെങ്കിലും എവിക്റ്റ് ചരിത്രം ഉണ്ടായിട്ടില്ല. അതാണ്. അപ്പൊ ഞാൻ നന്നായിട്ട് പണിയെടുക്കുന്ന ആളായിരുന്നു. അപ്പൊ എന്റെ കോൺഫിഡൻസ് ഞാൻ എവിക്റ്റായി പോവില്ല, അതാണ് മാറ്റിപ്പിടിക്കൽ. അപ്പോൾ അത് ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണെന്നൊക്കെ പറയാലോ. അതേപോലെ തന്നെ അവര് ചിലപ്പോൾ എനിക്ക് എൻ്റെ വോട്ട് കുറഞ്ഞിട്ടാണ് ഞാൻ എവിക്റ്റായി പോയത്. ആദ്യത്തെ 3 ദിവസം എനിക്ക് ചിലപ്പോൾ വോട്ട് കയറിയിട്ടുണ്ടാവില്ല, നെഗറ്റീവ് ഗെയിംസിലെ കളിച്ചത്. പിന്നെ 2 ദിവസമാണ് ഞാൻ പോസിറ്റീവ് ഗെയിംസുകൾ കളിച്ചു തുടങ്ങി. ആ ജയില്, ഞാനും ജിൻഡുമായിട്ടുള്ള ജയിലൊക്കെ ഭയങ്കര കോമഡിയും ആൾക്കാരെ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവസാനത്തെ 2 ദിവസം എനിക്ക് വോട്ടിംഗ് ഇങ്ങനെ കയറി വരുമ്പോഴേക്കും വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത ജനങ്ങൾ എന്നെ എവിക്റ്റ് ആക്കിയതിന് ശേഷം വോക്കലി പറഞ്ഞു അയാളെ തിരിച്ചെടുക്കണം. അതൊക്കെ വലിയൊരു കാര്യമല്ലേ. അതെ. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് പുറത്തായി. അപ്പോൾ എനിക്ക് അതൊരു എനിക്കൊരു റിഗ്രറ്റ് ഇല്ല. കാരണം ഞാൻ അവിടെ ഒന്നും മിണ്ടാതെ ഗെയിം കളിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് കളിക്കാമായിരുന്നു, ആ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നേനെ എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് വരുമായിരുന്നു. പക്ഷെ ഞാൻ 7 ദിവസം എന്തൊക്കെ ഗെയിമുകൾ അവിടെ കളിക്കാൻ പറ്റൂ അത് മുഴുവൻ ഞാൻ കളിച്ചിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റും, അങ്ങനെ കളിക്കാൻ പറ്റുന്ന ചിന്ത എനിക്കില്ല. പിന്നെ അവിടുത്തെ നെഗറ്റീവ് ഗെയിംസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളത് കളിക്കുമ്പോഴേ നമ്മൾ പുറത്തുനിന്ന് ഒരു പ്രശ്നം ഇപ്പൊ നമ്മളിപ്പോൾ റിയാലിറ്റിയിലാണ് നിൽക്കുന്നത്. അതും റിയാലിറ്റി തന്നെയാണ്, റിയാലിറ്റി ഷോ ആണ്. പക്ഷെ അതിനൊരു കെട്ടുപാടുണ്ട്. അതായത് ആ ഹൗസ് ലോക്ക്ഡാണ്. ആ ഹൗസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കണ്ടന്റ് ആക്കാൻ പറ്റുള്ളൂ. നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ആ ഹൗസിന്റെ ഉള്ളില് 18 പേരാണ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സൗണ്ട് കേൾക്കാം ബിഗ് ബോസിന്റെ. പിന്നെ വീക്കെൻഡിൽ ലാലേട്ടനെ കാണാം. അല്ലാതെ പുറത്തുള്ള ആൾക്കാർ അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ കിട്ടുള്ളൂ. നമ്മൾ കിട്ടുന്ന കണ്ടന്റ് എന്തെങ്കിലും അക്ഷരയുടെ വായന എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതുമ്മ പിടിച്ചങ്ങോട്ട് തൂങ്ങണം. പണ്ടത്തെ മോഗിലി കണ്ടിട്ടില്ലേ, ചെപ്പടിക്കുന്നില്ല ചെപ്പിച്ചിരിക്കും ചക്കരപ്പൂവേ, ആ വള്ളിയിൽ വെറുതെ ഇങ്ങനെ തൂകും. അത് കഴിയുമ്പോഴേക്കും അടുത്ത സംഭവം കിട്ടി കഴിഞ്ഞാൽ അടുത്തേക്ക് പോകും. ഫസ്റ്റ് 3 ദിവസം ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആയിരുന്നു, പിന്നെ കുറച്ചൊരു ഹ്യൂമറിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അത് സ്ട്രാറ്റജി ആയിരുന്നു. ഞാൻ പറയട്ടെ, ഞാനൊന്നും പ്ലാൻ ചെയ്ത് പോയാനല്ല, ഞാൻ കളിക്കണം എന്ന് വെച്ചിട്ട് പ്ലാൻ ചെയ്ത് പോയ ആളാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഓഡീഷൻസിലായാലും അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എൻ്റെ ഫ്രണ്ട്സിനോടായാലും വീട്ടുകാരോടും പറഞ്ഞിരുന്നു, ഒന്നില്ലെങ്കിൽ ഞാൻ അട്ടർ നെഗറ്റീവ് ആവും അല്ലെങ്കിൽ അട്ടർ പോസിറ്റീവ് ആവും. മിഡിൽ റേഞ്ചിൽ നിൽക്കില്ല. ഈ മിഡിൽ റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർ സേഫറാണ്, അതായത് സേഫ് ഗെയിമേഴ്സ് ആണ്. എനിക്കൊരു സേഫ് ഗെയിമർ ആവാൻ താല്പര്യമില്ല. ഞാൻ 7 ദിവസം 7 6 അടിച്ച് വന്നവനാ. ഒരു നോ ബോൾ എനിക്ക് ബേസ് ചെയ്യാൻ കിട്ടി, അതും ഞാൻ 6 അടിച്ചു. ശരിക്കും ഒരു ഓവർ 6 ബോളാണുള്ളത്. 6 ബോളിൽ ഒരു നോ ബോളും കിട്ടി. ആ നോ ബോൾ ഞാൻ 6 അടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ 7 ദിവസം കൊണ്ട് 6 6 അടിച്ച് വന്നവനാ ഞാൻ. ഈ 6 6 അടിച്ചവനെയാണോ, 7 ദിവസം കൊണ്ട് 7 6 അടിച്ച് വന്നവനാണ് ഞാൻ. ഈ 7 6 അടിച്ചവനെയാണോ 100 ദിവസം മെഴുകി മുട്ടി നിന്നവനെയാണോ ആൾക്കാരെ ആലോചിക്കുക? ഡെഫിനറ്റ്ലി 7 ദിവസം 6 അടിച്ചാണ്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആൾക്കാരുടെ മനസ്സിലുള്ളത്. ഞാൻ പറഞ്ഞത് എനിക്ക് മുട്ടി സേഫർ ഗെയിം, അതായത് എല്ലാവരും സോപ്പിട്ട് സേഫ് ഗെയിം കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ആളാണ്. ഞാൻ ഗെയിം പറഞ്ഞ് കളിച്ച ആളാണ്. ഞാൻ ഇന്ന ഗെയിമാണ് കളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കളിച്ച ഒരാളാണ്. അങ്ങനെ പറഞ്ഞ് ചുരുക്കം ചില ആൾക്കാരാണ് കളിക്കുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് കളിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവര് അറിയട്ടെ ഞാൻ ആ ഗെയിം കളിക്കാം, എന്നിട്ട് ഇവരെന്നെ എതിർക്കാൻ വരട്ടെ. അപ്പോൾ എനിക്ക് തിരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ്. ആരും അങ്ങനെ പറഞ്ഞു കളിക്കാറില്ല. അപ്പൊ ഞാൻ ഗെയിം കളിക്കാൻ എൻ്റെ കോൺഫിഡൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു കളിച്ചിട്ട് അതിനെതിരെ ഒരു മത്സരാർത്ഥി വരുമ്പോൾ
അത് പറഞ്ഞ് ജയിച്ച് നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അത് കാരണം തന്നെയാണ് ഞാൻ പറഞ്ഞു കളിക്കേണ്ടായിരുന്നത്. കാരണം എനിക്ക് വേണ്ടത് എതിരാളികളാണ്. ഞാനിപ്പോൾ ആദ്യത്തെ നോമിനേഷൻ ഞാൻ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ സിജോ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട്, ഞാൻ റോക്കി തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ച സിജോയും റോക്കി ആയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ തല്ലുകൂടിയിരിക്കുന്നത്. ശരിക്കും നോമിനേഷൻ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യേണ്ടത് അവർ രണ്ടുപേരെ ആവണം. കാരണം ഞാൻ അവർ രണ്ടുപേരായിട്ടാണ് ഏറ്റവും കൂടുതൽ തല്ലുകൂടിയിരിക്കുന്നത്. ഞാൻ അവരെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവരെ സിജോനെ റോക്കിനെ ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ വീക്കർ ആയിട്ടുള്ള ആൾക്കാരാണ് ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് അവർ പൊന്തി വന്നായിരിക്കാം, എനിക്കറിയില്ല. ആ സമയത്ത് ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞിട്ട് ആരാണോ വീക്കർ, ആ വീക്കറെയാണ് ഞാൻ, ആ വീക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് രണ്ടുപേരെ ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ ഞാൻ തല്ലുകൂടിയിട്ടുള്ള എൻ്റെ എതിർവശത്ത് നിൽക്കുന്ന ആൾക്കാരെ വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം. ഞാൻ നോമിനേറ്റ് ചെയ്യില്ല. കാരണം എനിക്ക് നാളെ അവർ എതിർവശത്ത് നിന്നിട്ട് എനിക്ക് കളിക്കാനുള്ളതാണ്. എനിക്ക് കളിക്കാൻ ഒരാൾ വേണു. അതായത് അക്ഷര എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അക്ഷര ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ തന്നെ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ തന്നെ മറുപടി പറയുമ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എനിക്ക് എതിർവശത്ത് നിൽക്കാൻ നല്ല കളിക്കാർ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സിജോനെയും റോക്കിനെയും ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടില്ല. ആ സമയത്ത് വീക്കായിട്ട് എനിക്ക് തോന്നിയ അവർ വീക്കാണോ ഇല്ലെന്നില്ല, ആ സമയത്ത് എനിക്ക് തോന്നിയ വീക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ രണ്ടുപേരാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ കളിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ മെഴുകാൻ വേണ്ടിയിട്ടോ മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ടോ സേഫറായിട്ട് നിൽക്കാൻ വേണ്ടിയോ സോപ്പിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടോ ടീമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടോ പോയതല്ല. ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി പോയതാണ്. ആ ഒറ്റയ്ക്ക് തന്നെ ഞാൻ കളിച്ചിട്ട് ഞാനിപ്പോൾ എന്തായി ഇവിടെ ഇരിക്കാറായി. ഇപ്പൊ രതീഷ് ചേട്ടനെ പേഴ്സണലി അറിയുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം, രതീഷ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ അല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പേഴ്സണാലിറ്റി ഗെയിമായിട്ടും സ്വന്തം പേഴ്സണാലിറ്റീനെ മറച്ചു വെക്കാനായിട്ടുള്ള റീസൺ? ഞാൻ പറയട്ടെ, ഞാൻ അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ അവിടെ പറഞ്ഞു കളിച്ച ഒരാളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയല്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയല്ല, ഞാനിവിടെ ഇങ്ങനെ ആവുന്നതാണ്. അത് ആ ഒരു ഷോയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആവുന്നതാണ്. പക്ഷേ അതെനിക്ക് അധിക കാലം ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. നമ്മുടെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ ആൾക്കാർ പറയും നമ്മുടെ ഒരു ക്യാരക്ടർ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കുക 21 ദിവസമാണ് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. 21 ദിവസം ഹൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 22ാമത്തെ ദിവസം എന്ത് ക്യാരക്ടറാണ് അത് പുറത്തേക്ക് വരുന്നതാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്യാരക്ടർ എനിക്ക് 21 ദിവസം ഒന്നും എനിക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഞാൻ ഈ 7 ദിവസം കഴിഞ്ഞാൽ എൻ്റെ ഈ ക്യാരക്ടർ എനിക്ക് എൻ്റെ നല്ല സ്വഭാവത്തിലേക്ക് വരും. സാധാരണ എങ്ങനെയാണ്, നല്ല സ്വഭാവമായിട്ട് നിന്ന് മെല്ലെ 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 ഭയങ്കര വയലൻസ് ആയിട്ട് വരും. അതെന്താ, അവർ ഫേക്കായിട്ട് നിന്ന് പിന്നെ അവരുടെ ഒറിജിനൽ സ്വഭാവം വരുന്നത്. എൻ്റെ ഒറിജിനൽ സ്വഭാവം ഇങ്ങനെയല്ല. ഞാനത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അതൊരു ഗെയിമല്ലേ, ഞാൻ ഗെയിം കളിച്ചതാണ്. അപ്പം നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്ന് വെച്ചിട്ട് ഞാൻ ഫേക്ക് ആണെങ്കിൽ അത് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയല്ല, ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആവുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞു കളിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഞാൻ ഫേക്ക് ആണോ? അല്ല, പറഞ്ഞു കളിച്ചാൽ ഞാൻ ഫേക്ക് ആണോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് എന്നെ വിശ്വാസമില്ല. 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒറിജിനൽ ക്യാരക്ടറിൽ ഞാൻ വരും. എന്താ, തല്ലൂടാത്ത, എല്ലാവരും സോപ്പിട്ട് നിൽക്കുന്ന, ചിരിച്ചും കളിച്ച് നിൽക്കുന്ന, ഹ്യൂമർ പറയുന്ന എൻ്റെ റിയൽ ക്യാരക്ടർ. അങ്ങനെ ഒരു രതീഷ് കുമാറിനായിരിക്കും 8ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ അവിടെ ജയിൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പറഞ്ഞിരുന്നു, അടുത്ത ആഴ്ച RJBB ഗ്രൂപ്പ് കയറി വാട മക്കളെ, ജിൻഡോയും രതീഷ് കൂടി ഒരുമിച്ചാണ് കളിക്കാൻ പോകുന്നത്, ഹ്യൂമറാണ് ഞങ്ങൾ ഇനി പിടിക്കാൻ പോകുന്നത് പറയും. എന്നെ വിശ്വാസമില്ലാത്ത കാരണമാണ്. കാരണം എനിക്കറിയാം എൻ്റെ ഈ ക്യാരക്ടർ തുടർന്ന് പോകാൻ പറ്റില്ല. എൻ്റെ ക്യാരക്ടർ നേരെ ഉൾട്ടയിട്ട് നല്ല സ്വഭാവത്തിലേക്ക് വരും. അതെനിക്കറിയാമായിരുന്നു. അത് കാരണമാണ് ഞാൻ അവിടെ BBയിൽ ഉറക്കനെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ബിഗ് ബോസിനും ഞാനതൊരു ഹിന്റ് കൊടുക്കായിരുന്നു, ദയവ് ചെയ്ത് പുറത്താക്കരുതേ, ഞാൻ അടുത്തവിടെ ഹ്യൂമറാണ് കളിക്കാൻ പോകുന്നത്. കാരണം എൻ്റെ ട്രാക്ക് അങ്ങനെ മാറിപ്പോവും. കാരണം അങ്ങനെയാണ്, എനിക്ക് തല്ലൂട്ടം അതൊന്നും ഫുൾ ദിവസം എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം അങ്ങനെ കളിച്ചതാണ്. പക്ഷെ ഞാനത് പറഞ്ഞു കളിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഗെയിമിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് ഗെയിമിന് വേണ്ടി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. എല്ലാവരും പറയണ്ടായിരുന്നു, ആദ്യത്തെ ഒരാഴ്ച ഞാൻ കളത്തിലിറങ്ങി, ഞാൻ ഇമേജ് നോക്കാതെ കളിച്ച ഒരാളാണ്. ഞാൻ ഇമേജ് നോക്കിയിട്ടില്ല. കാരണം എനിക്കിപ്പോൾ അയ്യോ എൻ്റെ നാട്ടിൽ പോയി ഞാൻ ഇങ്ങനെയായിരിക്കും ഞാൻ ഇമേജ് നോക്കാതെ കളിച്ച ഒരാളാണ്. അപ്പോൾ അത് ഞാൻ പ്രേക്ഷകന് വേണ്ടി കളിച്ചു, എൻ്റെ BBക്ക് വേണ്ടി കളിച്ചു. എൻ്റെ വൈഫ് വന്ന് പറഞ്ഞത്, കണ്ണേട്ടൻ BBക്ക് വേണ്ടിയിട്ട് കളിച്ചു, കണ്ണേട്ടന് വേണ്ടി കളിച്ചാൽ മതിയായിരുന്നു. ശരിയാണ്, എനിക്ക് വേണ്ടി കളിക്കുകയാണെങ്കിൽ ഞാൻ സേഫ് ഗെയിമറാവും. കാരണം ഞാൻ എല്ലാവരെയും സോപ്പിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചിട്ട്, ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വല്ല ഈ സ്വഭാവം അനുസരിച്ച് ഞാൻ അങ്ങനെയൊക്കെ ഒരു ആവാള വല്ല സാധ്യത ഉണ്ടോ? ഞാനും അങ്ങനെ ഒരു വയലൻസ് ഒക്കെ എൻ്റെ നിഘണ്ടുവിലില്ലാത്തൊരു സംഭവമാണ്. പക്ഷെ അതിനു വേണ്ടി ഞാൻ അങ്ങനെ മാറിപ്പോയതാണ്.
ഒരാഴ്ച തന്നെ, അതിന്റെ ആയുസ് ഒരാഴ്ച വരെ ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് ഞാൻ ഹ്യൂമർ ഗെയിമാണ്, ഇനി അടുത്തത് ഹ്യൂമറാണ് ഞാൻ പിടിക്കാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴേക്കും എവിക്റ്റായി പോയി. എനിക്കത് എന്നെ ഫുള്ള് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്കൊരു ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസ് ടീമിനോടും എൻ്റെ മോൾ ഷൈനോടും എനിക്കൊരു നന്ദിയും കടപ്പാടുള്ളത്, ഞാൻ എങ്ങനെയാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്നെ ഗസ്റ്റായിട്ട് ഒരാഴ്ച അവർ 50 ദിവസത്തെ എപ്പിസോഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്നില്ലേ. അപ്പോൾ അവിടെ നിന്നപ്പോൾ ആ ഒരാഴ്ച എനിക്ക് സ്ക്രീൻ സ്പേസ് കുറച്ച് കുറവായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഞാൻ നല്ല സ്വഭാവമായിട്ട് നിന്ന കാരണം. എനിക്ക് വേണ്ട സ്ക്രീൻ സ്പേസ് ആണോ? ഞാൻ നമ്മളവിടെ കെട്ടി 100 ദിവസം ടെസ്റ്റും കൊണ്ട് പോയത് കളിക്കാൻ വേണ്ടിയിട്ടാ, സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കളിച്ചിരിക്കുന്നത്. ഞാൻ കളിച്ച എല്ലാ കളികളും ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 1 വീക്ക് ഫുള്ള് രതീഷേട്ടന്റെ കാര്യങ്ങളായിരുന്നു. അത് മാത്രമല്ല അവിടുത്തെ ചർച്ചയും ബേസിക്കലി രതീഷേട്ടനായിരുന്നു. അത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ആ ഗെയിമായിരുന്നു എൻ്റെ. അതായത് ഞാനിപ്പോ ഒരു അരമണിക്കൂർ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ കുളിക്കാൻ പോകുമ്പോ ഗെയിം മാറി പോകരുത്, ഇവരെന്നെ കുറിച്ച് തന്നെ സംസാരിക്കണം, അതിനുള്ള പൊട്ടുകളെ കിട്ടിട്ടേ ഞാൻ പോവുള്ളൂ. അരമണിക്കൂർ അത് അങ്ങനെ വരെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അരമണിക്കൂർ നമ്മൾ കുളിക്കാൻ പോകുമ്പോഴേ വേറെ ഗെയിം വന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ക് മാറി പോകുമല്ലോ. അപ്പൊ ഞാൻ എന്തെങ്കിലും കിട്ടി കൊടുത്തിട്ട് പോകും. എന്നിട്ട് കുളിച്ച് വരുമ്പോഴേക്കും ഇതിങ്ങനെ കിടന്ന് കത്തുണ്ടാവും. അതെ, ഏത് മുക്കിലും മൂലയിലും രതീഷ് അത് മതി, കുറ്റമായിക്കോട്ടെ. എനിക്ക് കുറ്റം പറയുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം നമ്മൾ നല്ല സ്വഭാവം, അതായത് എനിക്ക് നാട്ടിൽ നല്ല സ്വഭാവം, നല്ല പേരുള്ളതാണ്. എനിക്ക് നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇടയിൽ എനിക്ക് നല്ല പേര് കിട്ടണം. അല്ലാതെ ഇപ്പോൾ ഈ 19 പേരിൽ 18 പേരുടെയും നല്ല അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോയിരിക്കുന്നത്. കാരണം അവർ നല്ല അഭിപ്രായം പറയില്ല. എത്ര നല്ല ഗെയിമർ ആണെങ്കിലും നല്ല അഭിപ്രായം പറയില്ല, പൊട്ട ഗെയിമർ ആണെങ്കിലും നല്ല അഭിപ്രായം പറയില്ല. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടി പോയത്. ആ ഗെയിം വൃത്തിയായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, എനിക്ക് പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിക്റ്റാന്ന് വിചാരിച്ചതല്ല, ഞങ്ങളും വിചാരിച്ചതല്ല. പക്ഷെ മാറ്റിപ്പിടിച്ചു, ജനങ്ങൾ മാറ്റിപ്പിടിച്ചു. അപ്പോൾ അത് ഞാൻ ആലോചിക്കുന്നില്ല, ഞാൻ ഹാപ്പിയാ. അത് മതി. രതീഷേന്റെ ഒരു വ്യൂ പോയിന്റിൽ ബിഗ് ബോസ് ഉള്ളത് എന്ത് ടൈപ്പ് ഓഫ് ഗെയിമാണ്? ഒരു സർവൈവൽ ഗെയിമാണോ? സർവൈവൽ ഗെയിമാണ്. അതായത് നമ്മളെ തന്നെ റിഫൈൻ ചെയ്ത് കൊണ്ടുവരേണ്ടത് ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, ശരിയാണത്. കാരണം നമ്മുടെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ദേശീയ സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയൊരു ഇതാണ്. നമ്മളെ തന്നെ റിഫൈൻ ചെയ്ത് കൊണ്ടുവരിക. അതാണ് കാണാത്ത പല പേഴ്സണാലിറ്റീസ് നമുക്ക് അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അല്ല, നമ്മളിൽ കാണാത്ത, നമ്മൾ തന്നെ തിരിച്ചറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒരു ദേഷ്യമില്ലാത്ത ഒരാള്, ഇപ്പൊ അക്ഷരയ്ക്ക് ദേഷ്യമില്ല എന്ന് വിചാരിക്കുക. അക്ഷര ബേബി ഭയങ്കര പാവായിരിക്കും. അക്ഷര പണ്ടത്തെ ഇതില്ലേ, അതായത് കുറെ പഴഞ്ചൊല്ലികളൊക്കെ ഇല്ലേ, അതായത് എന്താ പറയാ, വായിൽ വരട്ടെ അവരെ കടിക്കില്ല എന്നൊക്കെ പറയും അല്ലെ, അത്രയും പാവാന്ന് പറയും. അതേപോലെ പാവായ ആൾക്കാര് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ചിലപ്പോ അക്ഷരയ്ക്ക് പൊട്ടിപ്പോവും. ദേഷ്യം പൊട്ടിപ്പോവും. അത് ഇപ്പോൾ അക്ഷര അപ്പോഴാണ് അക്ഷരനെ വിചാരിക്കുക, ദൈവം എനിക്ക് ഇത്ര ദേഷ്യം ഉണ്ടായിരുന്ന എന്ന് വിചാരിക്കുക. അപ്പോൾ അക്ഷര ആ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ സ്വഭാവം അങ്ങനെ നന്നാക്കൊന്നും വേണ്ട, നമ്മളെങ്ങനെയാണ് അതേപോലെ പോവുക, ദേഷ്യപ്പെട്ട സ്ഥലത്ത് ദേഷ്യപ്പെടുക. ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ പോയത് നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മുടെ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഞാൻ പ്രൊവോക്കിംഗ് ഗെയിമാണ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇറിറ്റേഷൻ പ്രൊവോക്കിംഗ്, അതിൽ ഞാൻ കുറച്ച് ഹ്യൂമർ ചേർത്തിട്ടൊക്കെ ഞാൻ കളിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഭയങ്കര വയലൻസിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അതേപോലെ കളിക്കാം. പിന്നെ നമ്മുടെ കുറേ സ്വഭാവങ്ങൾ, നമ്മളറിയാത്ത കുറേ സ്വഭാവങ്ങൾ, നമ്മുടെ വീട്ടുകാരറിയാത്ത കുറേ സ്വഭാവങ്ങൾ നമുക്ക് അതിൽ ചിലപ്പോൾ അറിയാതെ വന്നു പോകും. എൻ്റെ അമ്മയ്ക്ക് പ്രഷർ കയറി. ഞാൻ അതിൻ്റെ ഉള്ളിൽ കളിച്ച ഗെയിം കണ്ടിട്ടേ അമ്മയ്ക്ക് പ്രഷർ കയറി. അമ്മ തിരുവമ്പാടി അമ്പലത്തിൽ വന്നിട്ട് നേർച്ചകളും വഴിപാടുകളും അവസാനം ജയിലിലാക്കിയപ്പോ എൻ്റെ മൂത്ത ചേട്ടനോട് പറയാം, എൻ്റെ ഗിരിയെ ജയിലിലായി അവൻ, ഇനി കുഴപ്പമില്ല, സ്വൈരുണ്ടാവും, 2 ദിവസം സ്വൈരുണ്ടാവും, സമാധാനമായെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ പോന്നപ്പോ എൻ്റെ അടുത്ത് മതി മോനെ, 7 ദിവസം കൊണ്ട് നീ ഒരു ഇതൊക്കെ ആക്കിയിട്ടുണ്ട്, മതി, സന്തോഷമായി അമ്മയ്ക്കെന്ന് പറഞ്ഞു. രണ്ടാമത് ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോൾ അമ്മ പോണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. നീ അവിടെ പ്രശ്നം ഉണ്ടാക്കാനില്ല, വേണ്ട പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടായിരുന്നത്. അതേപോലെ ഞാൻ എവിക്റ്റായി വന്നപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും ഭയങ്കര സങ്കടം. അമ്മയ്ക്ക് പോന്നോട്ടെ, ചേട്ടന്മാരൊക്കെ ഞെട്ടിയിരിക്കുന്നു. ഞാൻ പൂലെന്ന് വിചാരിച്ചിരിക്കുന്നു. എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എവിക്റ്റായി പോരുമ്പോൾ അമ്മമാർക്ക് എല്ലാവർക്കും സങ്കടമായിരുന്നു. നോക്കുമ്പോൾ എല്ലാവരും സങ്കടപ്പെട്ടിട്ട്, ഞാൻ എവിക്റ്റ് ആവേണ്ട ആളല്ലോ, എന്തിനാ എവിക്റ്റ് ആയെന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ മോളുണ്ട് പാറു ഭയങ്കര കയ്യടിയും, അമ്മയെ നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ തമാശകൾ. പക്ഷെ ഞാൻ വിചാരിച്ചതല്ല, എൻ്റെ വീട്ടുകാര്, എൻ്റെ കൂട്ടുകാര്, നാട്ടുകാര്, നമ്മുടെ പ്രേക്ഷകരൊന്നും വിചാരിച്ചതല്ല ഞാൻ എവിക്റ്റായി പോകുന്നത്. വൈഫിന് സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഗെയിമല്ലേ,
എല്ലാവരും ആ ഗെയിമിന്റെ സെൻസിലെടുത്തു. ഞാനും അതെ, ഗെയിമാണല്ലോ. ഞാനിപ്പോൾ വോട്ട് കുറഞ്ഞിട്ടാണ്, പ്രേക്ഷകരുടെ ഇതിൽ വോട്ട് കുറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയതാണ് പറയണത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ എനിക്ക് മുകളിൽ നിൽക്കുന്ന ആളെക്കാട്ടിലും ചിലപ്പോൾ 1-2 വോട്ട് ചിലപ്പോൾ എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പോകുന്നത്. എന്നാലും ഞാൻ ഹാപ്പിയാണ്, നോ പ്രോബ്ലം. അതുപോലെ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ജാൻമണിയുടെ ആ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ രതീഷേട്ടൻ സത്യത്തിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കാണാത്ത? അത് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിടിച്ചല്ല. ഞാനത് ഇതില്ലേ എൻ്റെ വരവ് അറിയിച്ചതാ. കണ്ടന്റ് ഉണ്ടാക്കാൻ അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അത് അത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു സീർട്ട് കത്തിച്ചതിന് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടേണ്ട കാര്യം കളിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലാന്ന്. പക്ഷെ അതിന് മുമ്പ് ഞാനും ജാൻമണിയും കൂടിയിട്ട് ഒന്ന് കോർത്തിരിക്കുന്ന സമയമായിരുന്നു. അതായത് അതിൽ കണ്ടിട്ടുണ്ടായിരിക്കാം, അയ്യോ ഇതൊന്നും പറഞ്ഞത് കേട്ടില്ലേ, അയ്യോ. അപ്പം ജാൻമണി മൈക്കില്ലാതെ ഞാനായിട്ട് ചെറുതായിട്ടൊന്ന് വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞ രതീഷ് ജാൻമണി മൈക്ക് ധരിക്കുക. അപ്പോൾ ജാൻമണി വേഗം മൈക്ക് ധരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ അങ്ങനെ ജാൻമണി അയ്യോ ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ, അയ്യോ പാവട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജാൻമണി എന്നെ പറഞ്ഞതിൻ്റെ എനിക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സാധനം കിട്ടിയത്. ഈ സാധനം കിട്ടിയപ്പോൾ ഞാൻ തിരിച്ചു പോയിട്ട് അങ്ങനെ, പക്ഷെ ഇത്രയും ഓളിയേണ്ട കാര്യമില്ല. കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. പിന്നെ ഞാൻ ജാനുവിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പോയി. ജാനു എൻ്റെ വലിയ സുഹൃത്താണ്. ഇപ്പോൾ മിനിഞ്ഞാന്ന് ഒരു ലൈവ് കോള് വിളിച്ചേ ഉള്ളൂ ജാൻമണീനെ. അപ്പോൾ അത്രയും ഭയങ്കര ഒരു ചാനലിൽ തന്നെ ഒരു കൂട്ടർ വന്നപ്പോൾ അവര് ജാനുവിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ജാനുവിനെ വിളിച്ചു. പിന്നെ ജാനു എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കാറുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട്. ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. എൻ്റെ ഒരു സിസ്റ്ററെ പോലെയാണ് ജാൻമണിക്ക്. അതായത് ഞാൻ ഒരു ബ്രദറെ പോലെയാണ്. ഇടയ്ക്ക് ഇന്നലെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു ജാൻമണി. അത്രയും നല്ല സുഹൃത്തുക്കളാണ്. അവർക്ക് എല്ലാവർക്കും അറിയാടോ ഇത് നമ്മളൊക്കെ നമ്മൾ ഗെയിം കളിക്കേണ്ടി പോയതാണ്. ഞാൻ പറയട്ടെ, ഞാൻ എവിക്റ്റ് ആയി എന്ന് പറഞ്ഞ ആ നിമിഷം ഗെയിം മുഴുവൻ ഞാൻ അവിടെ ഇട്ട് പോകുന്നതാണ്. ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരൊന്നും എൻ്റെ എതിരാളികളോ അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കളോ ഒന്നുമല്ല. അവരൊക്കെ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. BB6 ഫാമിലി. അപ്പോൾ അതൊരു ഗെയിമാണ്. ആ ഗെയിം കഴിയുമ്പോൾ എല്ലാവരും ആ ഗെയിം അവിടെ ഇട്ട് പോരണം. അത് ലൈഫിലേക്ക് എടുക്കരുതെന്നാണ് ഞാൻ പറയാം. ഞാൻ എടുത്തിട്ടില്ല, ജാൻമണി പോകുന്ന ആൾക്കാരൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയാണ് BB വിശേഷം. ജാൻമണി അല്ലാണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത് ആരാ? എവിക്റ്റ് ആയി പോകുന്നവര് വെച്ച് നിഷാന. അതിൻ്റെ ഉള്ളിൽ ജിൻഡപ്പനായിരുന്നു എൻ്റെ കണക്ഷൻ. പോകുന്നതിൽ വെച്ചിട്ട് ജാൻമണി അല്ലാതെ എനിക്ക് നിഷാന നല്ല കണക്ഷൻ ഉണ്ട്. പിന്നെ സുരേഷ് ഏട്ടനെ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ വിളിച്ചിട്ടില്ല. പിന്നെ ഗബ്രീനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫംഗ്ഷന് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഗബ്രിക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനിയനെ പോലെയാണ്. ഗബ്രിക്ക് ഞാനും അതൊരു ചേട്ടനെ പോലെയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് ഫംഗ്ഷനിൽ കണ്ടിട്ട് കുറേ സംസാരിച്ചതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഗെയിമൊക്കെ അവിടെ ഇട്ടു പോകുന്നു. അപ്പോൾ കൂടുതൽ വിളിക്കാറുള്ളത് നിഷാനയാണ്. അത് കഴിഞ്ഞാൽ ജാൻമണി അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഗബ്രി അങ്ങനെ വിളിക്കാറില്ല, പക്ഷെ നമ്മളൊരു ബന്ധമുണ്ട്. നിഷാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം, മറന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഈ നോമിനേഷൻ വന്നല്ലോ, അപ്പോൾ നോമിനേഷൻ വന്ന സമയത്തുള്ള ഒരു ഫീലിംഗ് എന്തായിരുന്നു? നോമിനേഷൻ വന്ന സമയത്ത് എൻ്റെ പേര് വന്നപ്പോഴോ ഞാൻ നോമിനേഷനിൽ വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഫസ്റ്റ് തന്നെ എല്ലാ നോമിനേഷനിലും എനിക്ക് വരണം എന്ന് ആഗ്രഹിച്ചു. കാരണം എന്താ പറയുക, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുറത്തേക്ക് പോവുക. വെറുതെ നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. കാരണം എനിക്ക് വേണമെങ്കിൽ അവിടെ എല്ലാവരും സോപ്പിട്ടിട്ട് നോമിനേഷനിൽ വരാതിരിക്കാനുള്ള പണികളൊക്കെ എനിക്കറിയാം. എനിക്ക് അസലായിട്ട് എനിക്ക് സോപ്പിട്ട് നിൽക്കാൻ അറിയാം. പ്രേക്ഷകരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ആഴ്ച പ്രേക്ഷകരെ ഔട്ടാക്കി ഞാൻ ഹാപ്പിയാണ്. നമ്മളെല്ലാം ഇപ്പൊ അക്ഷര അവിടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അക്ഷരെ ചുറ്റിപ്പറ്റി കുറെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അക്ഷരയെ വന്ന് സോപ്പിട്ട് ഞാൻ 100 ദിവസം നിൽക്കണതിൽ അർത്ഥമില്ല. പ്രേക്ഷകർക്ക് അതിപ്പോ ഞാൻ പേര് പറയുന്നില്ല, ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. അതായത് അങ്ങനെ വരാതെ വന്ന സമയത്ത് പ്രേക്ഷകർ എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട്. അപ്പൊ അങ്ങനെ എന്തിനാ അങ്ങനെ നിന്നിട്ട് കാര്യം? കാരണം നമ്മുടെ സമയം കുറെ പോവാണ്. നമുക്ക് അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് ഒരുപാട് സമയം, ഞാൻ ഒരുപാട് സംഘടനകൾ അതും ഇതൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് പോകുന്ന ഒരാളാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിച്ചിട്ട് എല്ലാവരും സോപ്പിട്ടിട്ട് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ നിന്ന് പ്രേക്ഷകർ വെറുപ്പ് കൂടുകയുള്ളൂ. ഈ ആഴ്ച ഞാൻ അവിടെ നിന്നു, ഞാൻ സോപ്പിട്ട് നിങ്ങളൊക്കെ സോപ്പിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് അവരേട്ടാ, അവരെയൊക്കെ സോപ്പിട്ട് ഞാൻ നിന്നു. അത് കഴിഞ്ഞിട്ട് നോമിനേഷനിൽ വന്നില്ല. അപ്പോൾ ആ ആഴ്ച പോയി. അങ്ങനെ പോയി. പിന്നെ ഞാൻ പവർ റൂമിലേക്ക് കയറി, ക്യാപ്റ്റനായി, ഇതായി. അപ്പോൾ പ്രേക്ഷകർ ഒരാഴ്ച കമന്റുകൾ കാണാറില്ല. ഒരാഴ്ച എന്തോരം കമന്റുകൾ വരാൻ പറയാം. എന്തിനാ നമ്മൾ അതിന് നിൽക്കുന്നത്? ഞാൻ എല്ലാ ആഴ്ചയും എനിക്ക് നോമിനേഷനിൽ വരണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ വന്നു, എന്നെ പിടിച്ച് പുറത്താക്കി. എനിക്ക് വേണമെങ്കിൽ അന്ന് സേഫായിട്ട് കളിക്കാമായിരുന്നു. എനിക്ക്
ശ്രീരേഖ ചേച്ചിയുടെ കിച്ചൺ ടീമിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് പവർ റൂമിലേക്ക് കയറായിരുന്നു. കയറായിരുന്നു. ഞാനത് മനഃപൂർവ്വം വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരു പ്രതീക്ഷിച്ചിരുന്നു അർജുൻ എന്തായാലും ശ്രീരേഖ ചേച്ചിനെ ആ ഒരു പവർ ടൂം? അല്ല, അത് ഞങ്ങളെ കൂടിയിട്ട് പറഞ്ഞിട്ടാക്കിയതാണ്. കാരണം എന്താ അറിയോ, അർജുനെ സഹായിച്ചത് ശ്രീരേഖ ചേച്ചിയാണ്. അപ്പൊ അന്ന് സിജോയും റോക്കിയും കൂടിയിട്ട് ഒരു ഗെയിം കളിച്ചപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ബോൾ മുഴുവൻ എന്റെ ജിൻഡപ്പന് കൊടുത്തു. എന്നിട്ട് ജിൻഡപ്പനോട് ഞാൻ പറഞ്ഞു, ജിൻഡോ നീ വിജയിച്ചോ, നീ എന്നിട്ട് ക്യാപ്റ്റൻ ആയിക്കോ, എന്നിട്ട് നീ അങ്ങനെ ചെയ്തുകൊണ്ട് ജിൻഡോന് കൊടുത്തു. എന്നിട്ട് ഞാൻ ജിൻഡോന് വേണ്ടി കുറെ മാർക്കറ്റ് ചെയ്തു. പക്ഷെ ജിൻഡോ എന്ത് ചെയ്തു, ജിൻഡോന് ഈ ബോളൊക്കെ ഞാൻ കൊടുത്തിട്ട് അവൻ കയറി ഔട്ടായി. ആ വട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് റെഡ് ലൈറ്റ് വന്നപ്പോൾ അവന് കയറി ഔട്ടായി. അപ്പൊ ഞാൻ അവനത് നീ അല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയാം. അപ്പൊ എനിക്ക് ജിൻഡപ്പൻ ജയിക്കണമായിരുന്നു. അന്ന് മുതൽ എനിക്ക് ജിൻഡോ ആയിട്ട് ഫസ്റ്റ് ഡേ മുതൽ ജിൻഡോ ആയിട്ട് എന്തോ ഒരു കണക്ഷൻ, ജിൻഡോന് ഞാനായിട്ടും അതെ എന്തോ ഒരു കണക്ഷൻ. അപ്പൊ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ജിൻഡോ എന്നെ പിടിച്ചു വിളിച്ച് കൊണ്ടുപോയിട്ട് അതായത് നീ കഴിക്കുന്നില്ല, നീ കഴിക്കുക. അപ്പൊ ഞാൻ എനിക്ക് വേണ്ട ഭക്ഷണം നിഷേധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് വേണ്ട ഭക്ഷണം, ഞാൻ അവിടെ ഇരിക്കാൻ പോകുന്നതാണ്. അപ്പൊ ജിൻഡോ നിനക്ക് വേണ്ടേ, എന്നാ നിന്റെ ദോശ എനിക്ക് തരുമോ ചോദിച്ചു. എന്റെ ദോശ തരാം, നീ കഴിച്ചോ എന്ന് പറഞ്ഞു പോയിട്ട്. അല്ല, നീ വാങ്ങിച്ചു തരണം, എന്നാലും എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ 3 കുട്ടി ദോശയാണ്, ഇത്രേ ഉള്ളൂ ദോശ. ഞാനൊക്കെ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പൊ ആ 3 കുട്ടി ദോശ മേടിച്ചിട്ട് ഞാൻ ജിൻഡോന് കൊടുത്തു. ജിൻഡോ അപ്പൊ അങ്ങനെയല്ല, നിക്ക് നീ എനിക്ക് തരുമ്പോ എനിക്കൊരു ഇതില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഒരു കഷ്ണം എടുത്തിട്ട് വായിൽ വെച്ച് തന്നു. അപ്പൊ ഞാൻ അതെടുത്തിട്ട് വായിൽ വെച്ചു. അവൻ അത് ചെയ്തത് എന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവന് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അത് എനിക്ക് ജിൻഡോനെ എന്നെ ഒരു പരിചയമില്ല. അപ്പൊ അവന്റെ ഒരു നല്ല മനസ്സാണ് ഞാൻ പറയുന്നത്. എന്നെ ഭക്ഷണം എങ്ങനെയും കഴിപ്പിക്കും. എന്നിട്ട് ആ പ്ലേറ്റിലെ ദോശ മുഴുവൻ, അതാണ് ഈ പ്രമോക്കായിട്ട് വന്നിട്ടില്ല. അത് ജിൻഡോ വിളിച്ചിട്ട് എന്നിട്ട് എനിക്ക് വായിൽ ഭക്ഷണം വെച്ചു. അപ്പൊ ഞാൻ അവന് വായിൽ, എന്നിട്ട് ആ ദോശ അവൻ എന്നെ കുറെ കഴിപ്പിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ആ ഭക്ഷണം കഴിച്ചത്. അത്രയും നല്ല മനസ്സുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ അതിനു മുമ്പ് ഈ ബോർഡുകളൊക്കെ ഞാൻ കൊടുത്തത് ജിൻഡോനാ. അന്നൊന്നും കണക്ഷൻ ഇല്ല. ഞാൻ പോകുമ്പോൾ ഞാനൊരു ടീമായിട്ട് കളിക്കില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കില്ല എന്നാണ് പോയതാ. ജിൻഡോ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വന്നു ചേർന്നതാണ്, അല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടി പോയതല്ല, വന്നു ചേർന്ന. അന്ന് ബോൾ ഞാൻ കൊടുത്തത് മറ്റേ സിജോവും റോക്കിയും കൂടിയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ട്, അല്ല സിജോ റോക്കിന്റെ പ്രശ്നമല്ല, സോറി, അവർ രണ്ടുപേരും ഒത്തു കളിക്കുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ കൂട്ടത്തിൽ എനിക്ക് തോന്നി നല്ല മനസ്സുള്ള ഒരാൾ ജിൻഡോ, എന്റെ ബോൾ ജിൻഡോന് കൊടുക്കാം എനിക്ക് തോന്നി, ഞാൻ ജിൻഡോന് കൊടുത്തു. അപ്പൊ എന്റെ ആ തോന്നല് ഒരിക്കലും പാഴായി പോയിട്ടില്ല. എന്റെ തോന്നലും എന്റെ സെലക്ഷൻ കറക്റ്റ് ആയിരുന്നു. ഇന്ന് ജിൻഡോനാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആള് ജിൻഡോ അല്ലേ. ഞാൻ അഭിമാനിക്കുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ തമ്മിൽ അത്രയും ഭയങ്കര ഒരു ബ്രദർഹുഡ് റിലേഷൻഷിപ്പാണ്. മല്ലയ്യ എന്നുള്ള പേര് ഞാനായിട്ട്. അതില് പ്രമോല് വരും ചെയ്തല്ലോ, ഈ പോർക്കളത്തിൽ മല്ലയ്യ ഒറ്റയ്ക്കോ എന്നൊക്കെ പറഞ്ഞ ഞാൻ പോയതിനു ശേഷം ഒരു പ്രമോ മല്ലയ്യ ജിൻഡപ്പൻ എന്നൊക്കെ പേര് ഞാനാണ്. അവൻ അവിടെ കടന്നപ്പോ മറ്റേ അവൻ പ്രതിഷേധിച്ച് സിജോനിൽ പ്രതിഷേധിച്ചിട്ട് അവിടെ കടന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ പറഞ്ഞത് ജിൻഡപ്പ നീ എനിക്ക് വാടാ എന്ന് പറഞ്ഞത്. അത് കേട്ടിട്ടാണ് ഇപ്പൊ എല്ലാരും ജിൻഡപ്പ. എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എന്റെ ജിൻഡപ്പൻ കയറി വരണം എന്നാണ് എനിക്ക്. പിന്നെ ജിൻഡപ്പൻ കപ്പെടുക്കണമെന്നാണ് എനിക്ക്. എന്റെ കൂട്ടുകാരൻ കപ്പെടുത്താൽ ഞാൻ കപ്പെടുത്ത പോലെയല്ലേ. അപ്പൊ എനിക്കത് അതിയായ ആഗ്രഹമുണ്ട്. അവൻ തന്നെയാണ് അവൻ കപ്പെടുക്കണം എന്നാണ് എന്റെ ഒരു വലിയൊരു ആഗ്രഹം. നടക്കണം.